ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയറും പറയും, കാരണം ഇതായിരിക്കും ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ. സോ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. ഇതിൽ കാണിക്കുന്ന 1.25 മണിക്കൂറുണ്ട് യാത്ര. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ തന്നെ, കഴിഞ്ഞ പ്രാവശ്യം മീൻസ് തൊട്ട് മുന്നേ നമ്മുടെ സബ് ഡെസ്റ്റിനേഷനിലേക്ക് വന്ന പോലെ തന്നെ നിർത്തി പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. എത്തിയിട്ടല്ല, ഇതൊന്നതിന് മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പ് ഇട്ടിട്ട് കാണിച്ചു തരാം സ്ഥലങ്ങൾ. എന്താ പറയുക വെച്ചാൽ, ഞാൻ എൻ്റെ മോനെ പക്ഷേ ഡെസ്റ്റിനേഷനിലേക്ക് കൃത്യമായിട്ട് കിലോമീറ്റർ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനുണ്ട്. ഫസ്റ്റ് ഒരു എസ്റ്റേറ്റ് കൂടെ നടക്കാനുണ്ട്, അതിനുശേഷം കാട്ടിൽ കയറണം. ഷിറ്റ്, എന്തൊക്കെയാണ് പറയുന്നത്? ഓ മൈ ഗോഡ്, ഈ സ്ഥലം എനിക്ക് നേരത്തെ അറിയാം. എൻ്റെ ആദ്യം തറവാടുണ്ടായിരുന്നത്, അമ്മയുടെ വീട് തറവാടുണ്ടായിരുന്നത് അവിടെയായിരുന്നു. അതുകൊണ്ട് ലൊക്കേഷൻ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ഒരു ഡൗട്ടൊക്കെ ഉണ്ട്. സ്ഥലം കുറേ കാലം ഇങ്ങോട്ട് മാറിയിട്ട്, ഈ സബ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറിയിട്ട് കുറേ കാലമായി. അപ്പോൾ എന്നാലും ഡൗട്ടുണ്ട്. നമുക്ക് ചോദിച്ച് പോവാം. ഓക്കെ, നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വലിയ ഡിസിഷൻസ് എടുക്കേണ്ട നേരം വരും. എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എൻ്റെ മുന്നിൽ ലെഫ്റ്റിക്കും ഉണ്ട് റോഡ്, റൈറ്റിക്കും ഉണ്ട് റോഡ്. ഞാനെപ്പോഴും എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ഗസ്സസിനാണ് വിട്ടുകൊടുക്കാറ്. അപ്പോൾ എൻ്റെ ഈ തീരുമാനം ഞാൻ മമ്മൂട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. രാജാവിൻ്റെ മകൾ മമ്മൂട്ടിൻ്റെ കാറിലെ പോകത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് കറക്റ്റാണ്. ഞാൻ അവിടെ കയറിയിട്ട് ഒരു ഏട്ടനോട് ചോദിച്ചു, ഒരു കടയിലെ ഏട്ടനോട് ചോദിച്ചു. അപ്പോൾ ഈ റൂട്ട് കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അസംഷൻസ് ഒരിക്കലും തെറ്റാറില്ല. ഞാനൊരു ഭീകരനാണ്. അതെ, ലെഫ്റ്റ് ഔട്ടർ റോഡ്, റൈറ്റ് ഔട്ടർ റോഡ്. എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞത് മെയിൻ റോഡ്, ഇതിൽ മെയിൻ റോഡ് എന്ന് തോന്നുന്ന റോട്ടിൽ കൂടെ പോകണമെന്നാണ്. ഇതിൽ കൂടെ പോയ ഏതെങ്കിലും കാട്ടുമുക്കിക്കെത്തും, ഇതിൽ കൂടെ പോയാലും ഏതോ കാട്ടുമുക്കിക്കെന്നെ എത്തുന്നത്. സോ നമുക്ക് വീട്ടുകാരെ ഫോളോ ചെയ്യാം. അല്ല, എൻ്റെ അസംഷനെ ഫോളോ ചെയ്യാം. ഓക്കേ, ഇപ്പോൾ അവിടെ ഒരു മല കാണുന്നില്ലേ? ആ മലേൻ്റെ അപ്പുറത്ത് വേറൊരു മല കാണുന്നുണ്ട്. കാണുന്നില്ല, അതിൻ്റെ അപ്പുറത്തൊരു വേറൊരു മല ഉണ്ട്. ആ മലേൻ്റെ ഊപ്പറാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ പോകുന്നത്. അവിടെ ഇപ്പോൾ എന്തൊക്കെയോ സ്മാൾ ട്രബിൾ ഉണ്ടെന്നാണ് പറയുന്നത്. മാവോയിസ്റ്റൊക്കെ ഉണ്ടാവാൻ സാധ്യത ദില്ല. ആ പാലത്തിൻ്റെ അപ്പുറം ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളായി ആന, പുലി, പോത്ത്, പന്നി, മയില്,
പൂച്ച എന്നിവകളെല്ലാം ഇറങ്ങാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ചോദിക്കാം, പൂച്ച പട്ടിയൊക്കെ വന്യമൃഗങ്ങളാണോ? പിന്നെ പൂച്ചയും പട്ടിയും എന്താ വന്യമൃഗമല്ലേ? ഇതിനെന്താ ആകാശത്ത് നിന്ന് കിട്ടിയതാണോ? പിന്നെ ഞാൻ പറയാൻ മറന്ന് നമ്മുടെ കുരങ്ങൻ, നമ്മുടെ ആൻസിസ്റ്റർ മറക്കാൻ പാടില്ലായിരുന്നു, മനുഷ്യനല്ലേ പുള്ളേ കുരങ്ങൻ. ഇവയെല്ലാം ഈ സ്ഥലത്ത് ഇറങ്ങാറുണ്ട്. ഓക്കെ, ഈ സൈഡിൽ എവിടെയായിട്ടാണ് നമ്മുടെ വൺ ആൻഡ് ഓൺലി മജീഷ്യൻ മുതുകാട് വേറെന്തോ അതിൽ വന്ന്. ഓക്കെ, മുതുകാട് ഗോപിനാഥിൻ്റെ വീട്. ഹലോ, സുഖല്ലേ ബോയ്? ഇവിടെ ഏതോ ഭാഗത്തായിട്ടാണ് നമ്മുടെ മുതുകാട് ഗോപിനാഥിൻ്റെ വീട്. ദ വൺ ആൻഡ് ഓൺലി മജീഷ്യൻ. തിരിയടോ, അങ്ങോട്ട് തിരി. ഇതാണോ ഏട്ടാ ഈ മുതുകാടിന്റെ വീട്? ഇതാ ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഗസ്സസ് ഒരിക്കലും തെറ്റാറില്ല. എന്തല്ലേ, ഞാനൊരു സംഭവം തന്നെ. തറവാട് ഇതിൻ്റെ അപ്പുറം എവിടെയാണ്. ഇത് ഏട്ടൻ്റെ വീടാണെന്നാണ് പറഞ്ഞത്. മുതുകമലയിൽ നിന്നാണോ? അല്ലോ, ഇത് ഏട്ടൻ്റെ വീടാണ്. ഓക്കെ, പീസ് ഔട്ട്. ഈ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ എൻട്രി പോയിന്റിലേക്ക് കേട്ടോ. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ആക്ച്വലി അതൊരു മിസ്റ്റേക്ക് അല്ല, മലയാളമൊക്കെ വല്ലാണ്ട് മാറിപ്പോയി. അത് നിർമ്മാലി എന്നാട്ടോ വൈകിയ വീടിൻ്റെ പേര്. 2 മാട്ടിട്ട് മുകളിലൊരു കുത്ത് നിഴൽ പോലെ. ആ മലേൻ്റെ മുകളിൽ കേട്ടോ നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ പോകുന്നതാ. അയ്യേ, ഞാനൊക്കെ ചെറുപ്പത്തിൽ എത്ര കളിച്ച ഗ്രൗണ്ട്, ഫുട്ബോൾ കളിച്ച ഗ്രൗണ്ട് അറിയോ? പൊളി സ്ഥലമാണ്. ഇവിടെ ടൂർണമെൻറ്റ്സ് നടക്കാറുണ്ട്. നഷ്ട സ്മെല്ല് ചെയ്യുന്നു. ഹലോ, ചെറുപ്പത്തിൽ മറ്റേ സ്കൂളൊക്കെ പൂട്ടുമ്പോൾ ചെറിയ പെട്ടിക്കടകളൊക്കെ തുറന്ന് സാധനം വിൽക്കാൻ നിൽക്കില്ല, അതേപോലെ. നൊസ്റ്റ പറഞ്ഞാൽ വല്ലാണ്ട് നൊസ്റ്റ അടിക്കുന്നു ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ. എങ്ങനെയാ വെച്ചാൽ ഇതാ ഈ സാധനം, ന്യൂ പ്രീമിയം നൊസ്റ്റ എഫക്ട്. ഈ സാധനം പറഞ്ഞാൽ മറ്റേ ഒറ്റക്കുട്ടിയാണോ ഇരട്ടക്കുട്ടിയാണോ നോക്കുന്ന മറ്റേ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന ഈ സാധനം. പിന്നെ ഈ സാധനം ഇങ്ങനെ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് 2 സെല്ല് ഇങ്ങനെ തൊഴിയുമ്പോൾ നൊസ്റ്റേ. പിന്നെ ഈ സാധനം കാണുന്നുണ്ടോ? ഈ സാധനം ഇതിങ്ങനെ എടുത്തിട്ട് മേത്തേക്ക് എറിയുമ്പോൾ 2-3 ഇട്ട് പിടിച്ച്. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് ഇവിടെ, അതിന് തുപ്പലാമ്പുട്ടി എന്ന് പറയും. ഇങ്ങനെ വായങ്ങൾ ആക്കിയിട്ട് ആൾക്കാരുടെ കോളറിൻ്റെ ഉള്ളിക്കിടുക, ജസ്റ്റ് ഫോർ എ ഫൺ. വല്ലാണ്ട് നൊസ്റ്റ് അടിക്കുന്നത്. ഞാനതിൻ്റെ മുകളിൽ കയറുന്നു, ജില്ലടിക്കുന്നു. അതാ മുകളിലത് മല കാണുന്നുണ്ടല്ലേ? സീന്. ഞങ്ങൾ ഭയങ്കര മതസൗഹാർദ്ദമുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അംഗനവാടിക്ക് പകരം ഈ മദ്രസയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള മദ്രസയിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഇപ്പോഴും ചെറിയ അറബി വേർഡ്സൊക്കെ ഓർമ്മയുണ്ട്. ഉപ്പുൻ. ഓക്കെ, ഇത്രയും നേരം തറവാട് എന്ന് പറഞ്ഞിരുന്നില്ലേ? ഓക്കെ, ദിസ് പ്ലേസിലായിരുന്നു മൈ തറവാട് ഇതിൻ്റെ മുന്നേ സിറ്റുവേറ്റഡ് ആയിരുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് പോവാം. ഈ സൈഡിലേക്കൊരു വഴിയുണ്ട്, നേരെയുണ്ട് വഴി. നമ്മൾ നേരെ വഴി പോയാൽ ഫോറസ്റ്റിലേക്ക് എത്തും. ലെറ്റ്സ് ഗോ. പിന്നെ കമ്പനിക്ക് മാമ എന്നുകൊണ്ട് ഒരു പ്രത്യേക തരം ധൈര്യം വന്ന് ഒരു ഹായ് ആണെങ്കിൽ മാമ അതാ വണ്ടിയിലാണ് കേട്ടോ വന്നെന്നാ. ഇനി നമ്മൾ അത് കാണുന്ന ഫോറസ്റ്റിലേക്ക് പോവും, നടന്നു പോവും. ഓക്കെ, നമ്മളിപ്പോൾ ഇനി ഫോറസ്റ്റിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ. കാണും, പിന്നെന്താ കാണും. അയ്യോ, ഇത് ഇവിടുന്ന് പറയാം. അവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ താറാവ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നിട്ടായിരുന്നു കുളിച്ചിരുന്നത്. നല്ല രസമാണ്. വീട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കുളിക്കും. ഇവിടെ ഈ മറ്റേ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ മുകളിൽ വരെ ഉണ്ടാവും വെള്ളം. ഇവിടെ വന്നിട്ട് കുളിക്കുക വേറെ വൈബാണ്. നൊസ്റ്റ അടിക്കുന്നത് നൊസ്റ്റോട് നൊസ്റ്റ. ഇനി അവിടെ മുകളിൽ കയറിയിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ അഥവാ അമ്മച്ചൻ, അയ്യോ ഓക്കെ, അമ്മച്ചൻ്റെ റാട്ട എന്ന് പറയും, എന്താ ഓഫീസ്, മെയിൻ ഓഫീസ്, അവിടുത്തെ മാനേജറായിരുന്നു. ഇവിടെ 2 സ്ഥലമുണ്ട്, ഒന്ന് എയും അല്ലേ, എയും ബിയും അല്ലേ, ഒന്നും പറയണ്ട. ആ അത് പറയാൻ പാടില്ല എന്നാണ്, എന്നാലും ഞാൻ പറയും. ബി പാർട്ട് ആ ഭാഗത്തോട്ട്, എ പിന്നെ കുറേ ഉണ്ട്, ബി ഉണ്ട് കുറേ. നിങ്ങൾക്കിതൊക്കെ എത്ര ഫീൽ ആവുന്നുണ്ടോ എന്നറിയില്ല, എനിക്ക് നല്ല രീതിയിൽ ഫീൽ ആവുന്നുണ്ട് അതൊക്കെ. ഓ, ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ നമ്മുടെ മലനിരകളിലേക്ക്, ലെഫ്റ്റിലോട്ട് പോയാൽ റാട്ട. ഫസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് വരാം, റാട്ടയിൽ പോയിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ മെയിൻ എൻട്രി. നേരെ വരുമ്പോൾ ലെഫ്റ്റിൽ കാണുന്ന ഓഫീസ്, അത് പൂട്ടിയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നു. റബ്ബർ എന്താ ചെയ്ത് വെച്ചണേ, ഇതൊരു വലിയൊരു പ്രക്രിയയാണ്. ഈ സാധനം എന്ന് പറയുന്നത് റബ്ബർ മറ്റേ ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ തന്നെ കറക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ റബ്ബർ ഇട്ടിട്ട് ഈ ഷേപ്പാക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഇറങ്ങാം കേട്ടോ. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകാം കേട്ടോ. റൈറ്റ് സൈഡ് പറഞ്ഞാൽ ഇതെങ്ങോട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മ്യൂസിക് അല്ലേ, ലാ 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 ലാ, ആ മ്യൂസിക് ഇട്ടാൽ കോപ്പിറൈറ്റ് വരുമോ? കോപ്പിറൈറ്റ് ഇട്ടാണെങ്കിൽ പോട്ടെ, പുല്ല് എന്ന് വെക്കും. Same as above. La 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 la. Мире не осталось искренних чувств. Я теперь иду, и тут каждую боюсь. Это несчастье, тут все погасло. Это несчастье, несчастье, несчастье. Это несчастье, тут все погасло. Это несчастье, несчастье. Ты мне говоришь люблю, на это в голове много мыслей у меня. Что если тебе не даю, я не даю то, что хочешь от меня. В мире только полностью и грусть. ഇതാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുന്ന സ്ഥലം കേട്ടോ. ഇതെല്ലാം ഇതാ, ഇവിടത്തെ കമ്പി ഫുള്ള് ആന. ഇതിന് ഷോക്ക് ഉണ്ടോ? ഷോക്കില്ലല്ലോ. ആ, പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഷോക്ക് ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് കാലെടുത്ത് വെക്കുകയെ. ഇതാ ഇവിടെ കമ്പി കാണൂലേ, ക്യാമറയിൽ കാണുമെന്ന് അറിയില്ലല്ലോ. ഇതാ അത് കൂടെയാണ് ബൗണ്ടറി. ഇതിന് ശേഷം ഫുൾ ഫോറസ്റ്റാണ്. ഇതാ ഈ കല്ല്, ഇതാണ് ബൗണ്ടറി. ഇതിന് ശേഷം ഫുൾ ഫോറസ്റ്റാണ്. നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാ വലതുകാല് വെച്ച് കയറാൻ പോവുകയാണ്. ഇപ്പം 2 കോളാണ് എനിക്ക് വന്നത്. ഇവിടെ കരടി ഉണ്ട്, ആന ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാ പോകുന്ന ഞങ്ങള്. അയ്യോ അയ്യോ, ഇത് കൂടെ എങ്ങനെ ഇറങ്ങുക? അയ്യോ ഞാൻ പെട്ട്. ഓക്കെ, ഇതുവരെ വന്നിട്ട് അപ്പുണിപ്പാറ എനിക്ക് വരുന്നത്. അപ്പുണിപ്പാറ എടുക്കാതെ പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് മാത്രമാണ് റിസ്ക് എടുത്തിട്ട് ഇതിൻ്റെ ഇത് കൂടെ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. വീട് 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 ആ ചന്തി കുത്തി വീട്. ആ അതാ കാണുന്നതാണ് അപ്പുണ്ണിപ്പാറ.
ആ അയ്യോ സീന്. ഇതാ ആനപ്പിണ്ടം കണ്ടില്ലേ? അതാ എങ്ങനെയാണ് ഒന്നുകൂടി പറയും, കഥ പറയും. അപ്പുണ്ണി എന്ന് പറഞ്ഞൊരു ഏട്ടൻ അവിടുന്ന് വീണു. അവിടുന്ന് വീണ് താഴെ വന്ന് മൂപ്പര് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. രക്ഷപ്പെട്ടോ? മൂപ്പർക്ക് ഒന്നും പറ്റിയില്ല. അങ്ങനെ വീണ പേരാണ് അപ്പുണ്ണിപ്പ. ഇനി കുറച്ച് കുളിസീനാണ്. ഈ മോളിന്ന് ഇങ്ങനെ ഉരുസി വരാം, എന്നിട്ട് ഇവിടെ വീഴും. പക്ഷെ ഇപ്പൊ വെള്ളം കുറവാട്ടോ. വെള്ളം കൂടുന്ന നേരത്തെ എൻ്റെ മോനെ വേറെ വൈബായിരിക്കും. പീസ്. അപ്പോൾ ഈ വീഡിയോൻ്റെ കൺക്ലൂഷൻ ഇവിടെയാണ്. ഈ അപ്പുണ്ണിപ്പാറയിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നടക്കാൻ ശ്രമിക്കുക. നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. സെറ്റാണ്, വൈബാണ്, പൊളിയാണ്. ജീവിതം നമുക്കിങ്ങനെ ഒഴുകി കിടക്കല്ലേ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഈ എൻ്റെ വീട്ടുകാരുടെ വീഡിയോ റിയാക്ഷൻ എടുക്കണമെന്ന് കരുതിയെന്ന്. ഞാൻ ഈ ഇത്ര കിലോമീറ്റർ നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഓരൊക്കെ പറഞ്ഞത് ഇതൊക്കെ എന്ത്, ഞങ്ങൾ ഇതിനെക്കാട്ടും കൂടുതൽ നടന്നിട്ടുണ്ട് എന്നാണ് എന്നെ പുച്ഛിച്ച്. അപ്പോൾ ഞാനിങ്ങനെ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ, കുറേ പറയാനുണ്ടായിരുന്നു. എങ്ങനെ വെച്ചാൽ, നമ്മളൊരിക്കലും ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് ഇതാ കണ്ടോ പ്ലാസ്റ്റിക് ഇട്ടണുണ്ടോ? ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ നിൽക്കുക. നമ്മുടെ നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, പ്ലീസ് ട്രൈ ടു എൻജോയ് ഇറ്റ്. കൊള്ളാം, പൊളി സാധനം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു വട്ടം നിർത്തിയതാണ്, ഒന്നുകൂടി നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കാണുന്നവർക്ക് താങ്ക് യു. ഇതിലിങ്ങനെ കേറിയിട്ട് ഞങ്ങള് ഞാനും മറ്റേ മുരളിമാമല്ലേ പോലീസ് പോലീസ് രണ്ടാൾ കൂടി അതിലിങ്ങനെ പറ്റി പിടിച്ച് കയറുകയാണ്. അത് ഞാൻ ആദ്യം അങ്ങനെ പിടിച്ചതാ, കയ്യാണ് കഴിച്ചു. കൊട അങ്ങനെ കൊട ഉണ്ട് കയ്യില്. തുറന്നേന്നോ? കൊട തുറന്നേന്നോ? ഇല്ല, കൊടൊക്കെ മടക്കി വെച്ചിക്കല്ലേ. ചെരുപ്പുണ്ട്, എല്ലാം ഉണ്ട്. മുരളിമാമ ഇവിടുന്ന് ഇങ്ങനെ നോക്കാം. കൊള്ളാലോ, ഉരുസി വരികയാണല്ലോ. എന്താ മൂപ്പര് ഞാനൊപ്പുണ്ട്. ഞാനാ മുന്നിൽ പോയി കയറുന്നത്, എനിക്കല്ലേ വഴി അറിയുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് കൂടെ അങ്ങനെ പോകണം. ശ്രദ്ധിച്ച് പോട്ടോ. ഇവിടെയും വെള്ളമല്ല മാമേ, ഇവിടെയും വെള്ളമല്ല. മുകളിലാ ചെരുപ്പ് അവിടെ കുടുങ്ങി. ഞങ്ങൾ ചെരുപ്പ് മുകളിലേക്ക് എറിഞ്ഞിട്ട് അങ്ങോട്ട് അപ്പുറത്ത് കൂടെ കയറാന്ന് കരുതി. ഇതുവരെ ഇത് കൂടെ കയറാന്നാണ്. ഇത് കൂടെ കയറൽ നടക്കൂല. അതുകൊണ്ട് അതാ വടിയെടുത്തുകൊണ്ടിരുന്ന് ചെരുപ്പ് എടുക്കുക. അയ്യോ, ഒരു 70 ഡിഗ്രി സ്ലോപ്പാണ്. യെസ്, ഓ ഷിറ്റ്. അതിട്ടിട്ട് അതാ അത് കുഴപ്പമില്ല. അതാ അവിടെ നിന്നിട്ടുണ്ട്. ഈ ചെരുപ്പ് എടുക്കണം. വീഡിയോ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാ ഈ സൈഡിൽ കൂടെ കേട്ടോ കയറിയത്. ഇത് കൂടെ കയറില്ല, ഒരിക്കലും നടക്കൂല. അവസാനം ഇതാ ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ഈ മല, എവിടെ മല? ആ മല, അതിൻ്റെ അപ്പുറത്ത് വേറൊരു മലയുണ്ട്. ആ മലയും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഊട്ടി എത്തി എന്നാണ് പറഞ്ഞത്. വി ആർ ഗോയിങ് ടു ജിൽജിൽ. കിട്ടുന്നുണ്ടോ നോക്കട്ടെ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആനൊന്നുമില്ലല്ലോ. കരടിയോ? അങ്ങോട്ട് പോയി പോലോ. അപ്പൊ ഒരു മരം കൂടി വെട്ടിയാണ്. വെറുതെ തിരിഞ്ഞോക്കാൻ ചാടി ചാടി സിബിയോനും കൂടി കൊച്ചിയും കൂടി കൂട്ടിട്ടാ പോയത്. പെൽച്ചക്കല്ലേ? അല്ലേ, പെൽച്ചക്കൊന്നും വരലില്ല ആരും. നമ്മളെ ആനന്ത് ഇവിടെ ആനയും കരടിയേ.